ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങൾക്ക് പനിനീർ റോസിന് വേണ്ടിയിട്ട് ഒരു നല്ല ബ്ലൂമിംഗ് ട്രിഗർ പ്ലാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പനിനീർ റോസ് പൂക്കണമെങ്കിൽ അതിനൊരു സീസൺ ഉണ്ട്. ആ സീസൺ ടൈമിൽ മാത്രമാണ് ഇവിടുത്തെ കാലാവസ്ഥയിൽ പനിനീർ റോസ് പൂക്കത്തുള്ളൂ എന്നുള്ളത്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ കയ്യിലുള്ള 2 പനിനീർ റോസിന് കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് പൂപ്പിച്ച് കൊണ്ടുവന്ന കാര്യം അല്ലേ. അപ്പം ഒരു 30 ഡേയ്സ് പ്ലാനിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുവേണ്ടി ചെയ്ത് കൊടുത്തതെന്നുള്ളത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാവേ. ആദ്യം ഡേ 1 ലൈറ്റായിട്ട് നമുക്കതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് ഡ്രൈ ആയ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവേ. എന്നിട്ട് മണ്ണിൻ്റെ മേൽഭാഗം ഒന്ന് ലൂസൻ ചെയ്ത് കൊടുത്ത് ഡ്രൈനേജ് ശരിയാക്കുകയും ആവശ്യമെങ്കിൽ നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് പ്ലാന്റ്സിനൊരു ഫ്രഷ് സ്റ്റാർട്ടപ്പ് കൊടുക്കുകയാണ് കേട്ടോ. തുടർന്ന് ഡേ 2 മുതൽ 5 ദിവസം വരെ ഫെർട്ടിലൈസേഴ്സ് ഒന്നും കൊടുക്കാതെ നോർമൽ വാട്ടറിങ് മാത്രം ചെയ്ത് ഫുൾ സൺലൈറ്റും കൂടെ കൊടുത്തിട്ട് നമുക്ക് പ്ലാന്റിനെ ഒന്ന് സ്റ്റെബിലൈസ് ആക്കി എടുക്കാം. ഇനി ഡേ 6 വെരി ലൈറ്റായിട്ട് വളരെ കുറച്ച് മാത്രം NPK 19-19-19 പോലുള്ള ബാലൻസ്ഡ് ഫെർട്ടിലൈസർ കൊടുക്കാവേ. ഇത് പ്ലാന്റിന് ബേസിക് എനർജി നൽകും. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ NPK എടുത്ത് നന്നായിട്ട് കലക്കിയതിന് ശേഷം അതിൽ നിന്നും 1/2 ലിറ്റർ വെള്ളം ഒരു ചെടിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. തുടർന്ന് 7 മുതൽ 10 ദിവസം വരെ വാട്ടറിങ് കുറച്ച് കൺട്രോൾ ചെയ്ത് നമുക്ക് സോയിൽ എന്ന് വെച്ചാൽ മണ്ണ് സ്ലൈറ്റ് ആയിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അനുവദിക്കാം, ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് അനുവദിക്കാം. ഇതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്ത് ബ്ലൂമിങ്ങിന് ട്രിഗർ ചെയ്യും, പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെടിയെ ട്രിഗർ ചെയ്യും അത്. അങ്ങനെ ഡേ 11ാമത്തെ ദിവസമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ്. ഈ സമയത്ത് നമ്മൾ NPK 00, 52-30 പോലുള്ള ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കണം. ഇത് ബഡ് ഇനീസിയേഷന് ഡയറക്റ്റ് ആയിട്ട് സഹായിക്കും. തുടർന്ന് 12 മുതൽ 15 ദിവസങ്ങളിൽ വാട്ടറിങ് കൺട്രോൾഡ് ആയിട്ട് തുടരുകയും സൺലൈറ്റ് ഉറപ്പാക്കുകയും ഒരു പ്രാവശ്യം വേണമെങ്കിൽ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഈ സമയത്ത് പ്ലാന്റ്സ് ബഡ് ഡെവലപ്പ് ആക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. 16ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും ചെറിയ അളവിൽ വെർമി കോമ്പോസ്റ്റ് അല്ലെ കൗഡങ്ക് ഉണക്കച്ചാണകം പൊടിച്ചത് ചെടിക്ക് ചുറ്റും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് സ്ലോ ആയിട്ട് റിലീസ് ചെയ്ത് ന്യൂട്രിയൻസിനെ നൽകും. ഇനി 17 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ഹെവി ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇതിലൂടെ പ്ലാന്റ് എനർജി മുഴുവൻ ബഡ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. 21ാമത്തെ ദിവസം വീണ്ടും നമുക്ക് ലൈറ്റ് ആയിട്ട് NPK 00, 52-34 ഒന്നുകൂടി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ബഡ് ഡെവലപ്മെൻറ്റ് കൂടുതൽ സ്ട്രോങ് ആകും. തുടർന്ന് 22ാമത്തെ ദിവസം മുതൽ 25ാമത്തെ ദിവസം വരെ ബഡ്സ് വിസിബിൾ ആകാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് നമ്മൾ പ്രൂണിങ് ഒന്നും ചെയ്യരുത്, വാട്ടറിങ് നമുക്ക് ശ്രദ്ധയോടെ മാത്രം കൊടുക്കാം കേട്ടോ. ഡേ 26 പൊട്ടാഷ്യം റിച്ച് ഫെർട്ടിലൈസർ ആയിട്ടുള്ള NPK 10, 26, 26 പോലുള്ളത് കൊടുക്കുന്നത് ഫ്ലവേഴ്സിൻ്റെ സൈസ് അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി എല്ലാം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. 27 മുതൽ 30 വരെയുള്ള സമയങ്ങളിൽ ബ്ലൂമിംഗ് സ്റ്റേജ് ആയിരിക്കും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ഒന്നും കൊടുക്കാതെ റെഗുലറായിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് പൂക്കളൊക്കെ എൻജോയ് ചെയ്യാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ വാട്ടറിങ് നമ്മൾ ഒഴിവാക്കണം. നൈട്രോജൻ കൂടുതലായിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. 6 തൊട്ട് 8 മണിക്കൂർ വരെ നമ്മൾ സൺലൈറ്റ് ഉറപ്പാക്കണം. ബഡ് സ്റ്റേജിൽ പ്ലാന്റ് ഡിസ്റ്റർബ് ചെയ്യരുത്. നമ്മൾ മുട്ടൊക്കെ ഉണ്ടായി വരുന്ന സമയത്ത് അതിന് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പനിനീർ റോസും എപ്പോഴും പൂക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ റോസ് വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.